ഇറാനെതിരെയുള്ള സൈനിക നടപടിക്ക് അമേരിക്ക ഹോർമുസ് കടലിടുക്ക് ഉപയോഗിക്കുമെന്നതിനാലാണ് അടച്ചതെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ബഗായ്. ഇറാനെ പാകിസ്ഥാൻ സഹായിച്ചതായി അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തൽ ഇറാന്റെ സൈനിക വിമാനങ്ങൾ പാകിസ്ഥാനിലെ വ്യോമതാവളത്തിലേക്ക് രഹസ്യമായി മാറ്റിയെന്നും വെളിപ്പെടുത്തലുണ്ട്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര കൂടി ചേരുന്നുണ്ട്. മധു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഗോകുൽ, ശ്രീനിധി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ അന്ത്യശ്വാസം വലിക്കുന്നു എന്നാണ് ട്രംപ് എന്ന് പറഞ്ഞത്. ഇറാൻ അയച്ച ഈ പുതിയ നിർദ്ദേശങ്ങളൊക്കെ വെറും പാഴ്വസ്തുക്കളാണെന്നാണ് ട്രംപ് പറഞ്ഞത്. അതുകൊണ്ടാണ് തള്ളിക്കളഞ്ഞത്. യുറേനിയം കൈമാറുന്നതിൽ നിന്ന് ഇറാൻ പിൻവാങ്ങിയതാണ് ഒരുപക്ഷെ ട്രംപിനെ പ്രകോപിപ്പിച്ചതെന്നാണ് വാഷിംഗ്ടണിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. വാഷിംഗ്ടണിൽ നിന്ന് മാതൃ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങുണ്ടായിരുന്നു. അവിടെ സംസാരിക്കുമ്പോഴാണ് ട്രംപ് ഇറാനെതിരെ ആഞ്ഞടിച്ചത്. അതുമാത്രമല്ല, നിലവിലെ വെടിനിർത്തൽ കരാർ അതിപ്പോഴൊരു ലൈഫ് സപ്പോർട്ടിലാണെന്നാണ് ട്രംപ് പറയുന്നത്. അതെപ്പോ വേണമെങ്കിലും നിർത്താം. ഇറാൻ നേരത്തെ നൽകിയ വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയതാണ് ഒരു പ്രധാന തടസ്സമായി ട്രംപ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഈ ട്രംപിന്റെ വിമർശനങ്ങൾക്ക് കടുത്ത ഭാഷയിൽ തന്നെ ഇറാൻ മറുപടി നൽകിയിരിക്കുകയാണ്. ഇറാൻ മുന്നോട്ട് വെച്ച ന്യായങ്ങൾ ന്യായമാണ്. അത് രാജ്യത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ലെന്നാണ് ഇറാൻ പറയുന്നത്. അതുമാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറ്റാക്ക് ഉണ്ടായാൽ സൈന്യം ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബക്കർ ഖാലിബാഫി പറയുകയും ചെയ്തു. ഇറാൻ ചോദിക്കുന്നത് അമിതമായ ആനുകൂല്യങ്ങളല്ല, ഇറാന്റെ ജനതയുടെ ന്യായമായ അവകാശങ്ങളാണെന്നാണ് വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ബഗായും പറയുന്നത്. അതുപോലെ ഈ യുറേനിയം സമ്പുഷ്ടീകരണത്തിലും ഒരു വിട്ടുവീഴ്ചയും ഇല്ലെന്ന് അവരുടെ അറ്റോമിക് ചീഫും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഈ അമേരിക്ക ഇറാൻ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇറാന് പാകിസ്ഥാൻ വളരെ രഹസ്യമായി സൈനിക സഹായം നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാന്റെ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാനിലെ വ്യോമത്താവളങ്ങളിൽ ഒളിപ്പിക്കാൻ അനുമതി നൽകിയെന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. ഈ രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന ഇറാന്റെ ഒരു അത്യാധുനിക വിമാനമുണ്ട്, RC-130. ആ വിമാനം ഈ വെടിനിർത്തലിന് ശേഷം നൂർഖാൻ വ്യോമ കേന്ദ്രത്തിൽ എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്നാൽ പാകിസ്ഥാൻ ഇത് നിഷേധിച്ചിട്ടുണ്ട്. അതായത് ഈ വ്യോമസേനാ താവളം ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്താണ്. അതുകൊണ്ട് ഇത്തരം രഹസ്യമായ കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ലെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഗോകുൽ, ശ്രീനിധി. ശരി, മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഈ ചർച്ചകളിൽ, ഈ അമേരിക്ക ഇറാൻ ചർച്ചകളിൽ നിർണായകമായ ഡിപ്ലോമാറ്റിക് പൊസിഷൻ എടുത്ത രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനെതിരെ ഒരു ഗുരുതര ആരോപണം വരുന്നു. അത് തള്ളിക്കളയുന്നുണ്ടെങ്കിൽ പോലും ഇനി ട്രംപ് അതിനോട് എന്ത് പ്രതികരിക്കും, എങ്ങനെ പ്രതികരിക്കുന്നത് കൂടി ആകാംക്ഷയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.